ഹലോ, തണുപ്പ് തുടങ്ങി മക്കളെ, ഒരു രക്ഷയുമില്ല. തുടക്കത്തിലെ ഇതാണ് അവസ്ഥയെങ്കിൽ ഡിസംബർ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും വിറച്ച് ചാകാറാകും. എൻ്റെ പൊന്നെ, എന്തൊരു തണുപ്പെന്നറിയാമോ. കുറച്ച് നേരം കതക് തുറന്നങ്ങ് വെളിയിലോട്ട് പോയപ്പോഴാണ് അതിനെക്കാളും തണുപ്പ്. പോരാഞ്ഞിട്ട് അലർച്ചയും ബഹളം. വേറെ ആരെയിലെ റംസാൻ്റെ അത് അവനിന്ന് സ്കൂളിൽ നിന്ന് ഫണ്ടൂറയിലോട്ട് പിക്നിക്ക് പോകണം. അപ്പോൾ 8 മണിക്ക് മുന്നേ കൊണ്ട് സ്കൂളിൽ എത്തിച്ചു കൊടുക്കണം. അപ്പോൾ രാവിലെ എണീപ്പിച്ചല്ലേ നടക്കുകയുള്ളൂ. അങ്ങനെ പാടെ ഓടിച്ച് വിട്ടത് കുളിക്കാനായിട്ടായിരുന്നു. ഓരോ കപ്പ് വെള്ളം വീഴുന്നവർ തണുക്കണേന്നും പറഞ്ഞ് അലർച്ചയോടലർച്ച. ഈ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ ഇനിയുള്ള ബാക്കിയുള്ള ദിവസങ്ങളിൽ അവനെ ഞാൻ എങ്ങനെ രാവിലെ കുളിപ്പിച്ച് സ്കൂളിൽ പറഞ്ഞു വിടുമോ എന്താ. അലറാൻ നിന്ന ഒട്ടും പിന്നിലല്ല എൻ്റെ 2 മക്കൾ. ഒരു ക്ഷമയില്ലാത്ത രീതിയിലാണ് അവർ വിളിക്കാൻ നിൽക്കുന്നത്. ഇപ്പം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്തായാലും അപാരം തണുപ്പ് തന്നെ. ഇനി തണുപ്പ് കഥ പറഞ്ഞുകൊണ്ട് നിന്ന കാര്യങ്ങളൊന്നും നടക്കൂലല്ലോ. ഞാൻ നേരെ അടുക്കളയിലോട്ട് പോയി. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് അപ്പമാണ്. അപ്പത്തിന് കറി സാമ്പാറാണ്. നമ്മൾ സാമ്പാർ 2 ദിവസം കണക്കാക്കിയൊക്കെ വയ്ക്കും. അതായത് തലേ ദിവസത്തേക്ക് പിറ്റേന്ന് രാവിലെ കാപ്പിക്കും കൂടെ കണക്കാക്കി. അപ്പോൾ സാമ്പാറുണ്ടായിരുന്നു, അതിനെ എടുത്ത് ചൂടാക്കി. പിന്നെ മുട്ടയൊക്കെ എടുത്ത് അവിച്ചു. അങ്ങനെ അതൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്കും തന്നെ റംസാൻ കുളിച്ച് കയറി വന്നിട്ടുണ്ടായിരുന്നു. കുളിച്ചു, പക്ഷെ ബ്രഷ് ചെയ്തില്ല. ആദ്യം വെള്ളം എടുത്ത് തലയിൽ കൂടെ ഒഴിച്ച് തണുപ്പായപ്പോൾ പിന്നെ എങ്ങനെയെങ്കിലും കുളിച്ച് കയറിയാൽ മതി, പിന്നെ ബ്രഷ് ചെയ്യാൻ പറ്റില്ല. വിറയില്ലെന്ന് പറഞ്ഞാൽ ഇരുന്ന് കിടുങ്ങിയായിരുന്നവൻ. അവസാനം ഞാനൊരു ബെഡ്ഷീറ്റൊക്കെ എടുത്തുകൊണ്ടൊന്ന് പൊതിച്ച് കൊടുത്തിട്ട് പറഞ്ഞ് സമാധാനപ്പെടുത്തി കൊണ്ടുപോയി ബ്രഷൊക്കെ ചെയ്യിപ്പിച്ചു. ഞാൻ പറഞ്ഞു, ബ്രഷ് ചെയ്യാത്ത പിള്ളേരെ കൊണ്ടുപോകില്ല. ഫാദർ സ്കൂളിൽ പോയി ആദ്യം ചോദിക്കും ബ്രഷ് ചെയ്താന്നായിരിക്കും. നീ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ നിന്നെ തിരിച്ച് വീട്ടിൽ പറഞ്ഞു വിടുമെന്നൊക്കെ പറഞ്ഞ് പോയി ബ്രഷൊക്കെ ചെയ്ത് പിന്നെ നേരെ കാപ്പിയൊക്കെ കുടിച്ചു. പിന്നെ ഒരുങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ ആൾക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ ആൾ ടൂറിൻ്റെ മൂഡിലോട്ട് മാറിയിട്ടുണ്ടായിരുന്നു. റിതാൻ്റെ ഇക്കച്ചി ഫണ്ടൂറേ പോകണം. അവന് പിന്നെ എന്തരാണെന്ന് പോലും അറിഞ്ഞൂടാത്തതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പോകാൻ നേരത്ത് ടാറ്റയൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതിൽ വിട്ടു. എനിക്ക് രാവിലെ കൊണ്ടാക്കാൻ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ തണുപ്പത്ത് റിതാനെയും കൊണ്ട് പോകണ്ടെന്ന് വിചാരിച്ചു. ഒറ്റയ്ക്ക് വിടണേൻ്റെ ടെൻഷനൊക്കെ ഉണ്ട്. കഴിഞ്ഞ വർഷം ഇതുപോലെ പോയിട്ട് ഫുഡ് കൈ തട്ടി താഴെ വീണു എന്നൊക്കെ ടീച്ചർ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുഞ്ഞായിരുന്നു അന്നും. അപ്പം ഇപ്പം ഇത്തിക്കൂടെയൊക്കെ ഒന്ന് അറിവായി. ഞാൻ എല്ലാം പറഞ്ഞു കൊടുത്തൊക്കെയാണ് വിട്ടിരിക്കുന്നത്. പിന്നെ ഒറ്റയ്ക്ക് വിട്ടേണ്ട ഒരു ടെൻഷൻ എനിക്കുണ്ട്. വൈകിട്ട് വിളിക്കാൻ പോകണമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഞാനും കാപ്പി കുടിച്ച് അത്രയേ ഉള്ളൂ. ടാറ്റ.